എന്തിനാണ് ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ്റെ മേളിൽ ഒരാക്രമണം നടത്തിയത്? മറ്റൊരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നതുകൊണ്ട് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇവിടെ ഉയരുന്ന ചില ചോദ്യങ്ങൾ. വർഷങ്ങളായി ഇറാൻ രഹസ്യമായി അവരുടെ ആണവ പദ്ധതികൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു ആണവ ബോംബിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇറാൻ ആണെങ്കിൽ ഇസ്രയേൽ എന്ന ഒരു രാജ്യം ഈ ഭൂമിക്ക് മുകളിൽ വേണ്ട, ഇസ്രയേലിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും എന്ന് പ്രതിജ്ഞയെടുത്ത് അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യം. ഏതെല്ലാം രീതിയിലൊക്കെ ആ ഒരു ചെറിയ രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയുമോ അതിനെല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ശത്രുവിൻ്റെ കയ്യിൽ സർവ്വസംഹാരിയായ ഒരാണവായുധം വന്നാൽ അതാദ്യം പ്രയോഗിക്കപ്പെടുക തങ്ങളുടെ മുകളിൽ തന്നെ ആയിരിക്കും എന്നുറപ്പുള്ളതുകൊണ്ട് അത് തടയാനായി ഉള്ള എല്ലാ ശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണം 60% കഴിഞ്ഞിരിക്കുന്നു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവർ ആണവ ബോംബ് സ്വന്തമാക്കും എന്ന ഒരവസ്ഥ എത്തിയപ്പോഴാണ്, മറ്റു ലോകരാജ്യങ്ങളൊന്നും വേണ്ട രീതിയിൽ ഇടപെടാതെയും വന്നപ്പോഴാണ് നിവൃത്തിയില്ലാതെ ഇസ്രയേലിന് ഈ ഒരു നടപടിക്ക് ഇറങ്ങേണ്ടി വന്നത്. തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും എന്ന ആ ഒരവസ്ഥ വന്നപ്പോഴാണ് ഇസ്രയേൽ ഇതിന് ഇറങ്ങിത്തിരിച്ചത്.